മർഹബാബുൽ ഫളിൽ ജലാലുദ്ദീൻ മഹാനരെ മഹനീയ കരങ്ങളാൽ പടുത്തുയർത്തി നൂറുൽ ഇർഫാനിൻ നഹോപാരിൽ പ്രഭ പരത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാനായ മദ്ഹറുൽ അജായിബ് അലിയുൻ കറമല്ലാഹു വജ്ഹഹു മഹാനവറുകളുടെ ജീവിത ചരിത്രത്തിലേക്ക്, ആത്മീയ ലോകത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മളുള്ളത്. അതിനു മുമ്പായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹ, ഞാൻ ഇൽമിൻ്റെ പട്ടണമാണെങ്കിൽ ആ പട്ടണത്തിൻ്റെ കവാടം അലിയാര് തങ്ങളാണെന്ന് പറഞ്ഞ ആ ഹദീസ് ബേസ് ചെയ്തിട്ടുള്ള സംസാരമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നടത്തിയത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇൽമിൻ്റെ പട്ടണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ വിജ്ഞാനത്തെ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ ഇസ്റാ മിഅ്റാജിൻ്റെ രാത്രിയെ സംബന്ധിച്ച് പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നജ്മിലൂടെ നമ്മെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അവിടെ ഫഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ, അള്ളാഹു അവൻ്റെ അടിമയിലേക്ക് വഹിയറിയിച്ചു കൊടുക്കാൻ പറ്റുന്ന എല്ലാം വഹിയറിയിച്ചു കൊടുത്തു എന്ന് പറയുന്ന ആയത്തിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഇൻസാൻ കാമിലിൻ്റെ മുസന്നിഫായ അബ്ദുൽ കരീമുൽ ജീലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ വിശദീകരണം പറഞ്ഞതായിട്ട് കാണുന്നുണ്ട്. അഅത്തല്ലാഹു തആല റസൂലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു തആല അവൻ്റെ റസൂലിന് നൽകി ലൈലത്തുൽ ഇസ്റാഇ, ഇസ്റാഇൻ്റെ രാത്രിയിൽ സലാസത്ത് ഉലൂം, 3 വിജ്ഞാനങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലിന് അല്ലാഹു തആല നൽകി. അത് ഇൽമുൻ അമറഹു ബിതബ്ലീഗിഹി, അത് പ്രബോധനം ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചതായ ഇൽമുണ്ട്. വ ഇൽമുൻ അമറഹു ബികത്മിഹി, മറച്ചു വെക്കാൻ വേണ്ടി പറഞ്ഞതായ വിജ്ഞാനമുണ്ട്. വ ഇൽമുൻ ഖയ്യറഹു ഫീഹി, ഇഷ്ടം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതായ വിജ്ഞാനമുണ്ട്. പറഞ്ഞു കൊടുക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കാം, മറച്ചു വെക്കുന്നവർക്ക് മറച്ചു വെക്കാം എന്ന് ഇഖ്തിയാർ നൽകപ്പെട്ട, ഖിയാർ നൽകപ്പെട്ട വിജ്ഞാനവും ഉണ്ട്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഇമാം അബ്ദുൽ ഗനിയുൻ നാബുലസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഇസ്റാ മിഅ്റാജിൻ്റെ ഹദീസുകൾ ചർച്ച ചെയ്ത സ്ഥലത്ത് പറഞ്ഞു, ഇമാം ഖസ്തല്ലാനി റഹ്മത്തുള്ളാഹി അലൈഹി സംഭവം തൻ്റെ മവാഹിബുൽ ലദുന്നിയയിൽ ഉദ്ധരിക്കുന്നുണ്ട്. അവിടെ കാണാം, വസഅലനി റബ്ബി, എൻ്റെ റബ്ബ് എന്നോട് ചില കാര്യങ്ങൾ ചോദിച്ചു. ഫലം അസ്തതിഅൻ ഉജീബഹു, അങ്ങനെ എനിക്ക് മറുപടി കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല, സാധിച്ചില്ല. അങ്ങനെ മറുപടി കൊടുക്കാൻ കഴിയാതെ നിന്നപ്പോൾ ഫവളഅ യദഹു ബൈന കത്തിഫയ്യ, എൻ്റെ തോളിൻ്റെ ഇടയിൽ അള്ളാഹുവിൻ്റെ കൈ വെച്ചു. ബിലാ തകീഫിൻ വലാ തഹദീദ്, അതെങ്ങനെയാണെന്ന് രൂപപ്പെടുത്തി തരാൻ പറ്റുകയില്ല, ക്ലിപ്തമാക്കി തരാൻ പറ്റുകയില്ല. എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ കൈ വെച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി നൽകേണ്ടതെല്ലാം നൽകി. അങ്ങനെ നൽകിയപ്പോൾ ഫവജത്തു ബർദഹ, അതിൻ്റെ ഒരു ആനന്ദം എനിക്ക് ലഭിക്കുകയുണ്ടായി, ഒരു തണുപ്പ് എനിക്ക് ലഭിക്കുകയുണ്ടായി. ആ ഒരു ആനന്ദം ലഭിച്ചപ്പോൾ ഫഔറസനി ഇൽമൽ അവ്വലീന വൽ ആഖിരീന, മുൻകാലത്ത് കഴിഞ്ഞുപോയ മുഴുവൻ ആളുകളുടെ വിജ്ഞാനവും ഇനി വരാൻ പോകുന്ന ആളുകളുടെ മുഴുവൻ വിജ്ഞാനങ്ങളും അല്ലാഹു എനിക്ക് അനന്തരമായിട്ട് തന്നു. വഅല്ലമനി ഉലൂമൻ ശത്താ, അവിടെ ഒരുപാട് വിജ്ഞാനങ്ങൾ എനിക്ക് അല്ലാഹു പഠിപ്പിച്ചു തന്നു. ഫഇൽമുൻ നുഖിദ അലാ കത്മാനിഹി, അതിൽ മറച്ചു വെക്കാൻ വേണ്ടി പറഞ്ഞ ഇൽമുണ്ട്. കാരണം ഇത് ഇൽമുൻ അന്നഹു ലാ യഖ്ദുറു അലാ ഹംലിഹി അഹദുൻ ഗൈരി, ആ മറച്ചു വെക്കാൻ വേണ്ടി പറഞ്ഞ ഇൽമിനെ വഹിക്കാൻ ഞാനല്ലാത്ത ഒരാൾക്കും കഴിയുകയില്ല. അങ്ങനത്തെ ഒരു വിജ്ഞാനം അതിൽ തന്നിട്ടുണ്ട്. വഇൽമുൻ ഖയ്യറനി ഫീഹി, എന്നോട് ഇഷ്ടം പ്രവർത്തിക്കാൻ വേണ്ടി പറഞ്ഞു തന്ന കുറച്ച് വിജ്ഞാനമുണ്ട്. വഅല്ലമനി അൽ ഖുർആൻ, എനിക്ക് ഖുർആൻ മുഴുവനും വന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പിന്നീട് ഫകാന ജിബ്രീലു യദ്കുറുനി ബിഹി, സാഹചര്യത്തിനനുസരിച്ച് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് അതെനിക്ക് ഉണർത്തി തരാറാണ് പതിവ്. വഇൽമുൻ അമറനി ബിതബ്ലീഗിഹി ഇലൽ ആമി വൽ ഖാസി മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ നിന്ന് സാധാരണക്കാർക്കും അസാധാരണക്കാർക്കും പ്രബോധനം ചെയ്യാൻ വേണ്ടി എന്നോട് കൽപ്പിച്ചു തന്ന ഇൽമും ആ രാത്രിയിൽ അല്ലാഹു തആല എനിക്ക് തന്നിട്ടുണ്ട്.
ഇതാണ് അനമദീനത്തുൽ ഇൽം എന്ന് പറയുന്ന ഇൽമിന്റെ പട്ടണത്തിലുള്ള വിജ്ഞാനങ്ങൾ. എന്നിട്ട് മഹാരഥന്മാർ ഇതിന് വിശദീകരണം പറഞ്ഞ സ്ഥലത്ത് പറയുന്നു, അന്നൽ ഇൽമല്ലദീ അമറഹു ബിതബ്ലീഗിഹി, പ്രബോധനം ചെയ്യാൻ വേണ്ടി കൽപ്പിച്ച വിജ്ഞാനം ഹുവ ഇൽമു ശറാഇ വൽ അഹ്കാം, അത് നിയമങ്ങളും മതനിയമങ്ങളും അടങ്ങുന്നതായ വിജ്ഞാനമാണ്. ഇതാണ് എല്ലാവർക്കും പ്രബോധനം ചെയ്യാൻ വേണ്ടി പറഞ്ഞ വിജ്ഞാനം. എന്നാ വ അന്നൽ ഇൽമല്ലദീ യുഖിദ അലൈഹി കത്മാനുഹു, മറച്ചു വെക്കാൻ വേണ്ടി കൽപ്പിച്ച വിജ്ഞാനമുണ്ടല്ലോ, ഹുവ ഇൽമുൻ നുബുവത്തി, അത് നുബുവത്തിന്റെ വിജ്ഞാനമാണ്. മിമ്മാ ലാ യഅലമുഹു ഇല്ലാ നബിയുൻ, അതിന് നബിമാർക്കല്ലാതെ അറിയുകയില്ല, അങ്ങനത്തെ വിജ്ഞാനമാണത്. എന്നാ വ അമ്മൽ ഇൽമുല്ലദീ ഖയ്യറഹു ഫീഹി, ഇഷ്ടം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് തന്ന വിജ്ഞാനം, ഹുവ ഇൽമുൽ വിലായത്തി, അത് വിലായത്തിന്റെ വിജ്ഞാനമാണ്. വ ഇൽമു ബാത്തിനി ശരീഅത്തി, ശരീഅത്തിന്റെ ആന്തരികമായ വിജ്ഞാനമാണ്. വ ഹഖീഖത്തിഹാ, ശരീഅത്തിന്റെ ഹഖീഖത്തിന്റെ വിജ്ഞാനമാണ്. വ അസ്റാരിഹാ, ശരീഅത്തിന്റെ രഹസ്യങ്ങളുടെ വിജ്ഞാനമാണ്. മിമ്മാ ലാ യുഖദു ഇല്ലാ ബിത്തഖ്വ, അത് തഖ്വ കൊണ്ടല്ലാതെ കരസ്ഥമാക്കപ്പെടാൻ പറ്റുകയില്ല. വ സഫാഇൽ മുആമലത്തി മഅല്ലാഹ്, അല്ലാഹുവിനോട് സ്ഫുടമായ സത്യസന്ധമായ രീതിയിലുള്ള ഇടപെടൽ കൊണ്ടല്ലാതെ അത് സ്വീകരിക്കപ്പെടാൻ പറ്റുകയില്ല. വഹുവൽ ഇൽമുൽ മൗറൂസു ലിൽ ഉലമാഇ ബില്ലാഹ്, അതാണ് അല്ലാഹുവിനെ അറിഞ്ഞ പണ്ഡിതന്മാർക്ക് അനന്തരമായി നൽകപ്പെട്ട വിജ്ഞാനം. വബാത്തിനിയത്തുഹു മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിൻ്റെ ബാത്തിന്, അതിൻ്റെ ആന്തരികം, അതിൻ്റെ ആന്തരികമായ വശം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അപ്പോൾ ഈ പറയപ്പെട്ട സംഭവം പറഞ്ഞതിന് ശേഷം പണ്ഡിതന്മാർ ഇവിടെ ഒരു കാര്യം ചർച്ച ചെയ്യുന്നുണ്ട്. എന്താണ്? ഇവിടെ മറക്കപ്പെട്ടതായ ചില വിജ്ഞാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നത്, ഹുനാക ഉലൂമുൻ ലാ തുഅദ്, ഇവിടെ ക്ലിപ്തപ്പെടുത്താൻ പറ്റാത്ത ഒരുപാട് വിജ്ഞാനങ്ങളുണ്ട്. വഅസ്റാറുൻ ലാ തുഹ്സാ, എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത ഒരുപാട് രഹസ്യങ്ങൾ ഇവിടെ ഉണ്ട്. ലം യുഫ്സിഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിഅഹദിൻ മിനൽ ബശരി, സൃഷ്ടികളിൽ നിന്ന് ഒരാൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് പരസ്യപ്പെടുത്തി പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇലാ അൻ മാത്ത ബിഹാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ രഹസ്യങ്ങളോടെയും ആ വിജ്ഞാനങ്ങളോടുകൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നത് വരെ ഒരാൾക്കും അത് പരസ്യപ്പെടുത്തി പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇത് കാരണം ലാ യുതീഖു ഹംലഹാ ഗൈറുഹു, ആ രഹസ്യങ്ങളാകുന്ന വിജ്ഞാനങ്ങളെ ഹംല് ചെയ്യാൻ, അതിനെ വഹിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കല്ലാതെ കഴിയുകയില്ല എന്നുള്ളത് കൊണ്ടാണ്. വകൈഫല, എങ്ങനെയാണ് അത് കഴിയാതിരിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമേ അത് കഴിയുകയുള്ളൂ എന്ന് പറയാനുള്ള കാരണം, ബഹുവ മദീനത്തുൽ ഇൽമി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇൽമിന്റെ പട്ടണമാണ്. വഇദാ കാന ബാബുൽ ഇൽമി അലിയുൻ യഖൂൽ, ഇൽമിന്റെ പട്ടണത്തിന്റെ വാതിലായ അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലൗ ശിഅ്തു അൻ ഉഫസ്സിറ ഫാത്തിഹത്തുൽ കിതാബി യൂഖറു ബിസബഈന ബഈറ, ഫാത്തിഹത്തുൽ കിതാബിൽപ്പെട്ട ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിലുള്ള ബാഇന്റെ വിശദീകരണം ഞാൻ വിശദീകരിച്ചിട്ട് അത് 70 ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് വിശദീകരിക്കാൻ കഴിയുമെന്ന് ഉറപ്പാണ്. അങ്ങനെ ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലഫഅൽതു, ഞാൻ അത് ചെയ്യുമായിരുന്നു. ഇൽമിന്റെ പട്ടണത്തിന്റെ വാതില് പോലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പട്ടണമാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത വിജ്ഞാനങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഫാഖൻ നബിയ്യീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമീം. ഒരൊറ്റ നബിമാരും ഒരൊറ്റ അംബിയ മുർസലുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിജ്ഞാനത്തിൽ അടുത്തിട്ടില്ല. അംബിയാക്കൾ വരെ അടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയേണ്ടതുണ്ടോ? എന്നാ ആ പട്ടണത്തിന്റെ വാതിലായ അലിയാര് തങ്ങൾ വിശദീകരിച്ച് പറഞ്ഞതെന്താ? ബാഇന്റെ വിശദീകരണം ഞാൻ വിശദീകരിച്ച് പറഞ്ഞിട്ട് അത് 70 ഒട്ടകത്തിന് ചുമക്കാനുള്ള അത്രയും എനിക്ക് വിശദീകരിക്കാൻ കഴിയും. അങ്ങനെ വിശദീകരിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഞാൻ അത് വിശദീകരിക്കുമായിരുന്നെന്ന് പറഞ്ഞ ആ പട്ടണത്തിന്റെ വാതിലിന്റെ ഇൽമ ഇത്രയാണെങ്കിൽ പട്ടണത്തിന്റെ ഇൽമ എത്രയായിരിക്കും? ഇതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ആ ഇൽമുകൾക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത വലിയ വിജ്ഞാനത്തിന്റെ നിധികുംഭമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി
റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല ആ ഇൽമിന്റെ വാതിലായ അലിയുൻ കറമല്ലാഹു വജ്ഹഹു റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം ചരിത്രം പറയുന്ന സ്ഥലത്ത് കാണുന്നുണ്ട്. വഖദ് ഫസ്സറ ലൈലത്തൻ, ഒരു രാത്രിയിൽ മഹാനവറുകൾ വിശദീകരിക്കുകയാണ്. ആർക്കാ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നത്? ലിതുർജിമാനിൽ ഖുർആൻ, ഖുർആനിന്റെ വിവർത്തകൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട അബ്ദുല്ലാഹിബ്നു അബ്ബാസ്, മുഫസ്സിരീങ്ങളുടെ ഹെഡ് എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഇൽമിന്റെ പട്ടണത്തിന്റെ കവാടമായ അലിയാര് തങ്ങൾ ഒരിക്കൽ വിശദീകരണം പറഞ്ഞു കൊടുത്തു ഒരു രാത്രിയില്. എന്താണ് ചർച്ച? ഹുവ ഹുറൂഫ കലിമത്തി അൽഹംദു, അൽഹംദു എന്ന് പറയുന്ന ആ പദത്തിലുള്ള കലിമത്തിന്റെ ഹർഫുകളെ സംബന്ധിച്ചാണ്, അൽഹംദു എന്ന കലിമത്തിലെ ഹർഫുകളെ സംബന്ധിച്ചാണ് വിശദീകരിക്കുന്നത്. മിൻ ബഅദിൽ ഇശാഇ, ഇശാ നിസ്കരിച്ചു തുടങ്ങിയ വിശദീകരണം, ഇലം ഫിജാരി സുബ്ഹി, സുബ്ഹിയുടെ സമയം വരെ നീണ്ടു എന്ന് ചരിത്രം പറയുന്നു. വലം യഫ്റുഗു മിൻഹാ, അതിൽ നിന്ന് വിരമിച്ചതേയില്ല അവര് ആ വിശദീകരണത്തിൽ. വകാന യദ്രിബു സദ്റഹു ബിയദിഹി, ബഹുമാനപ്പെട്ട തുർജുമാനിൽ ഖുർആൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് അൽഹംദു എന്ന കലിമത്തിന്റെ ഹർഫുകൾ വിശദീകരിച്ചു പറഞ്ഞു കൊടുക്കുന്ന ഇൽമിന്റെ കവാടത്തിന്റെ വാതിലായ അലിയാര് തങ്ങൾ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ വകാന യദ്രിബു സദ്റഹു ബിയദിഹി, തന്റെ കൈകൊണ്ട് നെഞ്ചത്തടിച്ചിട്ട് വയഖൂലു പറയുമായിരുന്നു, ഹാഹുനാ ഇൽമുൻ, ഈ നെഞ്ചിലേക്ക് ചൂണ്ടി നെഞ്ചത്തടിച്ചിട്ട് ഇവിടെ ഇൽമുകളുണ്ട്, ഇവിടെ ഇൽമുകളുണ്ട്. ലൗ വജത്തു ലഹു അത് ഹമലത്തൻ, അതിനെ വഹിക്കാൻ പറ്റിയ ആളുകളെ ഞാൻ എത്തിച്ചിരുന്നുവെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാമായിരുന്നു എന്ന് പറഞ്ഞ അലിയാര് തങ്ങളുടെ വിജ്ഞാനം തന്നെ അപാരമാണെങ്കിൽ, അത് തന്നെ മനസ്സിലാക്കാൻ പറ്റാത്തതിനും അപ്പുറമാണെങ്കിൽ, ഇൽമിന്റെ പട്ടണമാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളില് ഉലൂമുൻ ലാ തുഅദ്, എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത വിജ്ഞാനങ്ങളുണ്ട്. വഅസ്റാറുൻ ലാ തുഹ്സാ, ക്ലിപ്തപ്പെടുത്തി പറയാൻ പറ്റാത്ത രഹസ്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞ വിശദീകരണത്തിൽ നിന്ന് മനസ്സിലായി, ആദ്യം പറഞ്ഞ ഇൽമ്, നേരത്തെ ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞ ഇൽമ് വഹുവ ഇൽമു ശരീഅത്തിൽ ലാഹിറ, അത് ശരീഅത്തിന്റെ പ്രത്യക്ഷമായ വിജ്ഞാനമാണ്. ബസ്സഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലഹു, അത് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ച് പരസ്യപ്പെടുത്തി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ലിൽ ഖാസി വൽ ആമി, സാധാരണക്കാർക്കും അസാധാരണക്കാർക്കും അത് പരസ്യമാക്കി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വലം യക്തും മിൻഹു ഹറഫൻ, അതിൽ നിന്ന് ഒരു ഹർഫ് പോലും മുത്തുനബി മറച്ചു വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആയിഷത്തു റളിയല്ലാഹു അൻഹാ തഖൂൽ, ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുമായിരുന്നു, അഅ്ളമുൽ ഫിരിയത്തി അലല്ലാഹി മൻ ഖാല, അള്ളാഹുവിൻ്റെ മേൽ ഏറ്റവും വലിയ കള്ളം വെച്ച് കെട്ടിപ്പറയുന്നവൻ ആരാണെന്നറിയോ? ഇന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖതമ മിൻ ശൈഅൻ മിനൽ വഹീ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹിയിൽ നിന്ന് അല്പമെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നവനാണ് അള്ളാഹുവിൻ്റെ മേൽ ഏറ്റവും വലിയ കളവ് വെച്ച് കെട്ടിപ്പറയുന്നവൻ. അപ്പൊ ഈ ഇൽമ് പരസ്യപ്പെടുത്തി പറയാൻ വേണ്ടി പറഞ്ഞ, തബ്ലീഗ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ മുഴുവൻ ഇൽമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹർഫും മറച്ചു വെക്കാതെ പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ വഅന്നൽ ഇൽമൈനിൽ ആഖറൈനി, അവസാനം പറഞ്ഞ രണ്ട് ഇൽമുണ്ടല്ലോ, വഹുമാ ഇൽമുൽ ഹഖീഖത്തിൽ ബാത്തിന വ ഇൽമുൽ ഗൈബ്, അത് ഹഖീഖത്തിന്റെ ബാത്തിനിയായതായ ഇൽമാണ്, ഹഖീഖത്തിന്റെ ഇൽമും വ ഇൽമുൽ ഗൈബി, അദൃശ്യജ്ഞാനവുമാണ്. ഈ പറഞ്ഞ രണ്ടും മിൻഹുമാഹുവ മുഖയ്യറും ഫീഹി, ഈ പറഞ്ഞ രണ്ട് വിജ്ഞാനത്തിൽ ഇഷ്ടം പ്രവർത്തിക്കാൻ വേണ്ടി പറഞ്ഞതും ഉണ്ട്. മിൻഹുമാഹുവ മുഖ്തസ്സും ബിഹി, പ്രത്യേകമാക്കാൻ വേണ്ടി പറഞ്ഞ ഇൽമും ഉണ്ട്. അഥവാ ഈ പറഞ്ഞ വിജ്ഞാനങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെ പ്രത്യേകമാക്കി വെച്ച ചില ഇൽമുണ്ട്. ഫൽ മുഖ്തസ്സു ബിഹി ഖതമഹു, പ്രത്യേകമാക്കപ്പെട്ട വിജ്ഞാനം, ഖതമഹു ജമീഅഹു, എല്ലാവരിൽ നിന്നും റസൂലുള്ളാഹി അത് മറച്ചു വെച്ചു. ലം യുഫ്ഷി മിൻഹു ലിഅഹദിൻ മിനൽ ഖൽഖി ഹർഫൻ വലാ കലിമത്തൻ, ഒരു കലിമത്തോ ഒരു ഹർഫോ സൃഷ്ടികളിൽപ്പെട്ട ഒരാൾക്കും പരസ്യപ്പെടുത്തി പറഞ്ഞിട്ടില്ല. കാരണം ലിഅന്നഹു ലാ യുതീഖുഹു ഗൈറുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാത്ത ഒരാൾക്കും അതിന് കഴിയുകയില്ല. എന്നാൽ വൽ മുഖയ്യറു ഫീഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇഷ്ടം പ്രവർത്തിക്കാൻ പറഞ്ഞ വിജ്ഞാനം, അഫ്ശാ മിൻഹു റസൂലുള്ളാഹി, അതിൽ നിന്ന് പരസ്യപ്പെടുത്തി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ലി ഖാസ്സത്തിൽ ഖാസ്സ, പ്രത്യേകക്കാരിൽ പ്രത്യേകക്കാരായ VVIP കൾക്ക്, മാ യലീഖു ബി കമാലിഹിം വ മർതബതിഹിം,
അവരുടെ പരിപൂർണതയോടും അവരുടെ മർത്തബയോടും യോജിച്ച ഒന്ന് അവർക്ക് പരസ്യപ്പെടുത്തി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ സുമ്മലിൽ ഖാസത്തി പ്രത്യേകക്കാരിൽ താഴെയുള്ള വിഐപികൾക്ക് അത് മായലീഖു ബിഖാബിലിയത്തിഹിം വസ്തിംദാദാത്തിഹിം അവർക്ക് സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള യോജിച്ച കാര്യങ്ങൾ റസൂലുള്ളാഹി അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കാരണം കല്ലിമിന്നാസ ബിഖദ്രി ഉഖൂലിഹിം ജനങ്ങളോട് അവരുടെ ബുദ്ധിക്കനുസരിച്ച് സംസാരിക്കണം എന്നാണ്. അപ്പൊ പ്രത്യേകക്കാരുടെ മർത്തബക്കനുസരിച്ചുള്ളത് റസൂലുള്ളാഹി അവർക്ക് പറഞ്ഞു കൊടുത്തു. പ്രത്യേകക്കാരായ ആളുകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു. അവർക്ക് യോജിച്ച രീതിയിൽ കുല്ലു വാഹിദിൻ അലാ ഖദ്രി മർത്തബതിഹി എല്ലാവർക്കും അവരുടെ മർത്തബയുടെ എണ്ണം കണ്ട് അവരുടെ ഖദർ കണ്ട് കണക്ക് കണ്ടാണ് വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. വമാ യലീഖു ബി മഖാമിഹി വ ഹാലതിഹി അവരുടെ മഖാമിനോടും അവരുടെ ഹാലത്തിനോടും യോജിച്ചത് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഇഷ്ടം പ്രവർത്തിക്കാൻ വേണ്ടി റസൂലുള്ളാഹിനോട് പറഞ്ഞ വിജ്ഞാനത്തിൽ നിന്ന് റസൂലുള്ളാഹി എല്ലാവർക്കും ആ വിജ്ഞാനം പറഞ്ഞു കൊടുത്തിട്ടില്ല. മറിച്ച് വമിനസ് സ്വഹാബത്തിൽ ലദീന ഖസ്സഹുമുൻ നബിയ്യു ബിശൈഇൻ മിനൽ ഇൽമിൽ മുഖയ്യരി ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇഷ്ടം പ്രവർത്തിക്കാൻ വേണ്ടി അല്ലാഹു തആല പറഞ്ഞ വിജ്ഞാനത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമാക്കിയ സ്വഹാബത്തിൽപ്പെട്ട ഏറ്റവും ഉന്നതനായ ആദ്യത്തെ വ്യക്തിയാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റാർക്കും പഠിപ്പിച്ചു കൊടുക്കാത്ത കുറെ വിജ്ഞാനങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. ഫഇന്നഹും ഫറദ അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് തനിച്ച ആളാണ്. എന്തുകൊണ്ട്? ബിഇൽമിൽ മഅരിഫത്തി ബില്ലാഹ് അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള മഅരിഫത്തിന്റെ വിജ്ഞാനം കൊണ്ട്. പ്രത്യേകമായിട്ട് അല്ലാഹു തആല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന ആർക്കും കൊടുക്കാത്ത ചില വിജ്ഞാനങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അൽ മഅരിഫത്തുൽ കാമിലത്തുൽ ഖാസ്സത്തുൽ വാഫിയ പരിപൂർണമായ പ്രത്യേകമായ കാമിലായ ചില മഅരിഫത്ത് കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് തനിച്ച ആളാണ്. വബിമാ യുഫീദു ഖുവ്വത്തൽ ഈമാനി വൽ യഖീനി വൽ ഖുദ്റത്തി ബഅദഹു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഈമാനിക ശക്തിയും യഖീനാകുന്ന ഉറപ്പും അതുപോലെ തന്നെ മറ്റു കഴിവുകളും ദീനിനെ ശക്തിപ്പെടുത്തുന്ന വിഷയത്തിൽ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായി നൽകി എന്നതുകൊണ്ടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തനിച്ച വ്യക്തിയാണ്. വബിമഅരിഫത്തി ദഖായിഖി തൗഹീദ് തൗഹീദിന്റെ നേർത്ത കണികകൾ പോലും ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അറിയാം. വഖഫായാഹു തൗഹീദിന്റെ രഹസ്യങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അറിയാം. എങ്ങനത്തെ രഹസ്യങ്ങളും നേർത്ത കണികകളുമാണ്? അല്ലത്തി ലാ യത്തലിഉ അലൈഹാ കുല്ലുൽ അബീദ് മറ്റ് എല്ലാ അടിമകളും വെളിവാകാത്ത ചില രഹസ്യങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെളിവാക്കി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വബിൽ ഇത്തിലാഇ അലൽ അസ്റാറിൽ ഖഫിയ അവ്യക്തമായ ചില രഹസ്യങ്ങളെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വൽ കമാലാത്തി സനിയത്തി അലാ മാ യഖഉ ഫീ നഫ്സിഹി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ സംഭവിച്ചതായ ചില പ്രത്യേകമായതായ ഹഖീഖിയായ പരിപൂർണതകൾ അത് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വമാ ബിയദൈഹി മിനർ റുമൂസി വൽ ഇഷാറാത്ത് മുത്തനബിയുടെ കയ്യിലുള്ള ചില ചിഹ്നങ്ങളും ചില സൂചനകളും മറ്റാർക്കും നൽകാത്ത ചില സൂചനകളാകുന്ന വിജ്ഞാനം കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചില സൂഫിയാക്കൾ പറയുന്നുണ്ട് അന്നഹു കാന ബൈനഹു വ ബൈനൻ നബിയ്യി ഇഷാറാത്തുൻ നസലിയ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ഇടയിൽ ഇഷാറാത്തുൻ നസലിയ പണ്ടേയുള്ള ചില സൂചനകൾ ഉണ്ടായിരുന്നു. ആത്മീയ ലോകത്തുള്ള ചില സൂചനകൾ ഉണ്ടായിരുന്നു. ലാ യഅരിഫുഹാ ആ ചില സൂചനകളും ചില പദപ്രയോഗങ്ങളും ലാ യഅരിഫുഹാ വൈറുഹുമാ ഈ പറയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാത്ത ഒരാൾക്കും അതിനറിയുക
കഴിയുകയില്ല. മാത്രമല്ല വ അന്ന സുഹബത്തഹു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാനത്ത് നസലിയ, മുത്തുനബിയോടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സുഹബത്ത് കാനത്ത് അസലിയത്തൻ, അതും പണ്ടേ ഉള്ളതാണ്. ആത്മീയ ലോകത്തിൽ നിന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ടുള്ള സാഹിബുർ റസൂലായിട്ട് നിന്ന മഹാനാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ ഒരു പവർ വേറെ ആർക്കും നൽകിയിട്ടില്ല. ബഹുമാനപ്പെട്ട മുഹിബ്ബുത്തിബിരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ അഹ്ലിയാദുൻ നവറ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ചില രഹസ്യമായതായ വിജ്ഞാനങ്ങളെ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമാക്കിയിട്ടുണ്ട് എന്നുള്ളതിനുള്ള തെളിവ് ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം. ഖാല, ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുൻതു അദ്ഖുലു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ കടന്നു ചെന്നു. വഹുവ വ അബൂബക്കർ യതകല്ലമാനി, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും യതകല്ലമാനി ഫീ ഇൽമി തൗഹീദ്, തൗഹീദിന്റെ വിജ്ഞാനത്തിൽ സംസാരിക്കുകയാണ്. തൗഹീദിന്റെ ഇൽമാണ് അവർക്കിടയിലുള്ള ചർച്ച. ഫഅജ്ലിസു ബൈനഹുമാ, അങ്ങനെ അത് കണ്ടിട്ട് ഞാൻ അവർ രണ്ടുപേരുടെയും ഇടയിലിരിക്കും. അവരുടെ മേൽ കടന്നു ചെല്ലുകയും ഞാൻ അവരുടെ ഇടയിൽ പോയിരിക്കുകയും ചെയ്യും. പക്ഷെ ഞാൻ ഇരുന്നിട്ട് എന്ത് കാര്യം? കഅന്നീ സിഞ്ചിയുൻ ലാ അഅലമു മാ യഖൂലാനി, അവർ രണ്ടുപേരും പറയുന്ന ഈ തൗഹീദിന്റെ വിജ്ഞാനം എനിക്കറിയുകയില്ല. ഞാനൊരു ജിഞ്ചിയിനെ പോലെ, ഒരു നീഗ്രോക്കാരനെ പോലെയായിരുന്നു. എനിക്കൊന്നും അറിയാത്ത ഒരാളെ പോലെയായിരുന്നു ഞാൻ അവിടെ ഇരിക്കുന്നത്. അവർ രണ്ടുപേരും സംസാരിക്കുന്ന തൗഹീദിന്റെ വിജ്ഞാനം എനിക്കറിയാറുണ്ടായിരുന്നില്ല. അതേ വർത്തമാനം തന്നെ അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹു മറ്റൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യതകല്ലമു അഹ്യാനൻ മഅ അബീ ബക്കർ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് സമയം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവുമായിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു. ബികലാമില്ല അഫ്ഹമുഹു, ഞാൻ മനസ്സിലാക്കാത്ത ചില സംസാരമാണ്, എനിക്കറിയാത്ത ചില സംസാരമാണ് അവർ സംസാരിക്കാറ്. കഅന്നി ബൈനഹുമാ റജുലുൻ ത്വംത്വമാനിയുൻ, ഞാൻ അവർക്കിടയിൽ ഒരു ത്വംത്വമാനിയായ റജുലിനെ പോലെ, പുരുഷനെ പോലെയായിരുന്നു. ത്വംത്വമാനി എന്ന് പറഞ്ഞാൽ അഅ്ജമിയല്ല യഫ്ഹമു കലാമൽ അറബ്, അറബികളുടെ സംസാരം മനസ്സിലാക്കാത്ത ഒരു അനർബിയായ ഒരാളെ പോലെയായിരുന്നു. അവർ സംസാരിക്കുന്ന തൗഹീദിന്റെ വിജ്ഞാനം എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ചില വിജ്ഞാനങ്ങളെ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പ്രത്യേകമാക്കിയിട്ടുണ്ട്. ലതായിഫുൽ മിനൻ എന്ന് പറയുന്ന ഗ്രന്ഥം ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹിക്കുള്ളതാണ്. ബഹുമാനപ്പെട്ട ഹിക്കമിന്റെ മുസന്നിഫായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥമാണ് ലതായിഫുൽ മിനൻ. അതിൽ ഒരു സംഭവം പറയുന്നുണ്ട്, വസമിഅ്തുഹു, ഞാൻ എൻ്റെ ശൈഖായ അബുൽ അബ്ബാസുൽ മുർസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതായിട്ട് കേട്ടു. ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസുൽ മുർസി എന്ന് പറയുന്ന ഷാദുലി ത്വരീഖത്തിലെ ഇമാമുന് ഷാദുലി തങ്ങളുടെ ഖലീഫയായ അബുൽ അബ്ബാസുൽ മുർസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖലീഫയാണ് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി. ആ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തന്റെ ലതായിഫുൽ മിനനിൽ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മറ്റു സ്വഹാബത്തിൽ നിന്ന് ചില വിജ്ഞാനങ്ങളെ കൊണ്ട് പ്രത്യേകമാക്കി എന്നുള്ളതിന് തെളിവായിട്ട് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഇരിക്കുന്ന സ്വഹാബത്തിന്റെ ഇടയിൽ നിന്ന് റസൂലുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, യാ അബൂബക്കർ അതുരീദു അൻ അദ്ഉക ലിഅംരിൻ, ഓ അബൂബക്കറെ, നിന്നെ ഞാൻ ഒരു പ്രത്യേകമായ ഒരു കാര്യത്തിലേക്ക് ക്ഷണിക്കാൻ ഉദ്ദേശിക്കുകയാണ്. കാല, അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, വമാ ഹുവ യാ റസൂലല്ലാഹ്, എന്താണ് ആ കാര്യം നബിയേ? ഖാലാപ്പ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു, യാ അബൂബക്കർ അതഅലമു യൗം, ഓ അബൂബക്കറെ, ആ ദിവസം നിനക്കറിയോ? ആ ദിവസം. അപ്പൊ സ്വഹാബത്തൊക്കെ ഏത് ദിവസം എന്ന് ചോദിച്ചു. ഉടനെ തന്നെ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്,
നബിയെ, ആ ദിവസം എനിക്കറിയാം. സഅൽതനി അൻ യൗമിൽ മഖാദിർ, നിങ്ങൾ യൗമുൽ മഖാദിർ എന്ന് പറയുന്ന അലസ്തു ബിറബ്ബിക്കും എന്ന് പറഞ്ഞ ആത്മീയ ലോകത്തിൽ നടന്ന ആ വലിയൊരു സമ്മേളനമാകുന്ന ആ ദിവസത്തെ സംബന്ധിച്ചല്ലേ എന്നോട് ചോദിച്ചത്? ഓക്കെ, അതെനിക്കറിയാം നബിയെ. വലഖദ് സമിഅതുക ഹീന ഇദിൻ അലസ്തു ബിറബ്ബിക്കും എന്ന് പടച്ച റബ്ബ് ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്ന് ചോദിച്ച സന്ദർഭത്തില് നിങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് നബിയെ. വഅൻത തഖൂൽ, നിങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുകയും ഞാൻ അല്ലാഹു റസൂലായ മുഹമ്മദാണ് എന്ന് സാക്ഷ്യം വഹിക്കുന്നു എന്ന് ആത്മീയ ലോകത്തിൽ അള്ളാഹു ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ദിവസത്തെ സംബന്ധിച്ചല്ല നബിയെ നിങ്ങൾ ചോദിക്കുന്നത്. അപ്പോഴാണ് സ്വഹാബത്തിന് ഇത് പിടുത്തം കിട്ടുന്നത്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ചില വിജ്ഞാനങ്ങളെ കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് പ്രത്യേകമാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സുഹബത്ത്, സഹവാസം പണ്ടേ ഉള്ള സഹവാസമാണ് എന്ന് പറയാനുണ്ടായ കാരണം ആ ഒരു സ്ഥാനവും ആ ഒരു വിജ്ഞാനവും മറ്റാർക്കും നൽകിയിട്ടില്ല. ബഹുമാനപ്പെട്ട ഇബ്രീസ് എന്ന് പറയുന്ന ഗ്രന്ഥം ബഹുമാനപ്പെട്ട ഉമ്മിയായ അബ്ദുൽ അസീസ് ദബ്ബാഗ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഈ ലോകത്തേക്ക് പറഞ്ഞു തന്ന ഹഖായിഖിന്റെ വിജ്ഞാനങ്ങൾ പറഞ്ഞ ഗ്രന്ഥമാണ്. ആ ഇബ്രീസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞൊരു സംഭവം പറയുന്നുണ്ട്. അന്നൽ ഈമാന ബില്ലാഹി തആല, അല്ലാഹുവിലുള്ള വിശ്വാസം, കാന ഫിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ അല്ലാഹുവിലുള്ള വിശ്വാസം അലാ കൈഫിയത്തിൻ ഖാസ്സ, ഒരു പ്രത്യേകമായ രൂപത്തിന്റെ മേലായിരുന്നു. ആ രൂപം പറഞ്ഞറിയിക്കാൻ പറ്റുകയില്ല. ലൗ തുരിഹത്ത് അലാ അഹ്ലിൽ അർളി, ആ അള്ളാഹുവിലുള്ള വിശ്വാസം പ്രത്യേകമായ ഒരു രൂപത്തിന്റെ മേലാണ് മുത്തുനബിയിൽ കാണാറുണ്ടായിരുന്നത്. ആ പ്രത്യേകമായ ഒരു രൂപം ലൗ തുരിഹത്ത് അലാ അഹ്ലിൽ അർളി, അത് ഭൂമിയിലുള്ള ആളുകളുടെ മേലെ ഇടപെട്ടാൽ, ഭൂമിയിലുള്ള ആളുകൾക്ക് ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ, സ്വഹാബത്തിൻ വഗൈരിഹിം, അത് സ്വഹാബത്താകട്ടെ ഇനി മറ്റുള്ളവരാകട്ടെ, അവർക്കെങ്ങാനും അത് പറഞ്ഞു കൊടുത്താൽ ലദാബു, അവർ ഉരുകിപ്പോകുമായിരുന്നു. അത്രയും വലിയ ഒരു പ്രത്യേകമായ രൂപത്തിൻ്റെ മേലുള്ള വിശ്വാസമായിരുന്നു മുത്തുനബിയുടെ വിശ്വാസം. വറസ അബൂബക്കർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിൻ തിൽക്കൽ കൈഫിയ, ആ പ്രത്യേകമായ ഈമാനിയായ രൂപത്തിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അനന്തരമെടുത്തിട്ടുണ്ട്. ഷൈഅൻ ഖലീലൻ, വളരെ അല്പം കുറച്ച് മാത്രമേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അനന്തരമെടുത്തിട്ടുള്ളൂ. അലാ ഖദ്രി മാ തുതീഖുഹു ദാതുഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഏറ്റെടുക്കാൻ കഴിയുന്ന അത്രയുള്ള വളരെ കുറഞ്ഞത്. എന്നിട്ടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അഫ്ദലുൻ നാസി ബഅദൽ അംബിയാഇ അല തഹഖീഖ്, അമ്പിയാക്കൾക്ക് ശേഷം ജനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠവാനായി വളരെ കുറഞ്ഞ മാത്രമേ ആ ഒരു കൈഫിയത്തിൽ നിന്ന്, ആ ഒരു രൂപത്തിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അനന്തരമെടുത്തിട്ടുള്ളൂ. വമഅ ദാലിക, ഇതോടൊപ്പം ലം യകുൻ ഫീ ഉമ്മത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വളരെ കുറഞ്ഞത് മാത്രം അനന്തരമെടുത്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽ മയ്യുതീഖു അബൂബക്കറിൻ ഫീ ദാലിക, ഈ വിഷയത്തിൽ മുത്തുനബിയിൽ നിന്ന് ഈ പ്രത്യേകമായ ഈമാനികമായ ആ കൈഫിയത്ത് രൂപം അനന്തരമെടുത്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കവച്ചു വെക്കാൻ പറ്റിയ ഒരാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽ ഉണ്ടായിട്ടില്ല. വലാമൻ യുദാനിഹി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ആ വിഷയത്തിൽ അടുക്കുക പോലും ചെയ്യുന്ന ഒരാളും ഉണ്ടായിട്ടില്ല. ലാമിന സ്വഹാബത്തി, സ്വഹാബത്തിന്റെ കൂട്ടത്തിലുമില്ല. വലാമിന ഗൈരിഹിം, സ്വഹാബത്ത് അല്ലാത്തവരുടെ കൂട്ടത്തിലുമില്ല. ഏത് വിഷയത്തിൽ? മിൻ അഹ്ലിൽ ഫത്ഹിൽ കബീർ, ഉന്നതമായ ആത്മീയമായ മഅരിഫത്തിന്റെ കവാടങ്ങൾ തുറന്നു തന്ന അഹ്ലുകാരുടെ കൂട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കവച്ചു വെക്കാൻ പറ്റിയ ഒരാളും തന്നെ ഉണ്ടായിട്ടില്ല. കാരണം ലിഅന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ബലഗ ഫീ അസ്റാറിൽ ഉലൂഹിയ്യ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇലാഹായിരിക്കേണ്ട മുഴുവൻ രഹസ്യ ജ്ഞാനങ്ങളിലും എത്തിയ ആളാണ്. വഹഖായിഖി റുബൂബിയ്യ, റുബൂബിയ്യത്തിന്റെ മുഴുവൻ റബ്ബായിരിക്കേണ്ട മുഴുവൻ യാഥാർത്ഥ്യ തലങ്ങളും എത്തിച്ച മഹാനാണ്. വദഖായിഖിൽ ഇർഫാൻ, മഅരിഫത്തിന്റെ ചെറിയ കണികകളിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്തിയിട്ടുണ്ട്. ആ എത്തലെങ്ങനെയാണ്? മബ്ലഗല്ലാ ബികൈഫിൻ വലാ യുതാഖ്, അത് രൂപപ്പെടുത്തി പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ അവതരിപ്പിച്ച് പറഞ്ഞു കൊടുക്കാനോ കഴിയാൻ പറ്റാത്ത വലിയ ഉന്നതമായ ഒരു സ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം വകാന യതകല്ലമു മഅ അബീ ബക്കർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉലൂഹിയ്യത്തിന്റെ രഹസ്യങ്ങളിലും റുബൂബിയ്യത്തിന്റെ ഹഖായിഖുകളിലും മഅരിഫത്തിന്റെ യഥാർത്ഥമായ ആ ചെറിയ കണികകളിലും എത്തിയ മുത്തുനബി. വകാന യതകല്ലമു മഅ അബീ ബക്കർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം സംസാരിക്കുമായിരുന്നു. ഫിൽ ബുഹൂരില്ലത്തി കാന യഖൂദുഹാ അലൈഹി സ്വലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഊളിയിട്ട് ഇറങ്ങിപ്പോയ ആഴ്ന്നിറങ്ങിപ്പോയ കടലുകളിൽ കൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരിക്കുമായിരുന്നു. അത് കാരണമായി ഫർത്തഖ അബൂബക്കർ അൽ മുർത്തഖൽ മദ്കൂർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരത്തെ പറയപ്പെട്ട ഉന്നതമായ ആ സ്ഥാനത്തേക്ക് കയറിപ്പോയി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവുമായിട്ട് രഹസ്യമായിട്ട് തൗഹീദിന്റെ ഇൽമുകൾ ചർച്ച ചെയ്യാറുണ്ട്. അങ്ങനെ അവസാനത്തെ റസൂലുള്ളാഹിന്റെ 3 വർഷം ബാക്കിയുള്ളപ്പോൾ فكان النبي صلى الله عليه وسلم في ثلاث سنين الأخيرة, മുത്തുനബിയുടെ അവസാനത്തെ 3 വർഷം 60 വർഷം പൂർത്തിയായപ്പോൾ പിന്നെയുള്ള 3 വർഷത്തില് ലാ യതകല്ലമു മഅഹു ഫീ തിൽകൽ ഹഖായിഖ്, ഈ ഹഖീഖത്തുകൾ സംസാരിക്കുന്ന വിഷയത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം സംസാരിക്കാറുണ്ടായിരുന്നില്ല. കാരണം ഇത് സംസാരിച്ച് അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വല്ലാതെങ്ങാനും അതിൽ ലയിച്ച് കടന്നു കളഞ്ഞാൽ ഖീഫത്തൻ അലൈഹി അൻ യദൂബാ, അബൂബക്കർ ഉരുകിപ്പോകുമോ എന്ന് ഭയന്ന കാരണത്താൽ അവസാനത്തെ 3 വർഷം ഹഖായിഖുകൾ സംസാരിക്കാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം മുത്തുനബി ഇരുന്നു കൊടുത്തിട്ടില്ല. ഇത്രയും വലിയ ഒരു പ്രത്യേകമായ രൂപത്തിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ അള്ളാഹുവിൻ്റെ വിശ്വാസം അല്ലാഹു തആല നിക്ഷേപിക്കുകയും അതിൽ നിന്ന് വളരെ അല്പം കൊടുത്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഇബ്രീസിന്റെ മുസന്നിഫായ ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് ദബ്ബാഗ് തങ്ങൾ പറയുകയാണ്, അന്നഹു കാന യഖൂൽ, മഹാനവറുകൾ പറയുമായിരുന്നു, മാ ഫീ ഉമ്മത്തിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിലില്ല മൻ യുതീഖു അബൂബക്കർ ഫിൽ ഇർഫാൻ, മഅരിഫത്തിന്റെ വിജ്ഞാനത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കവച്ചു വെക്കാൻ പറ്റിയ ഒരാളും ഉണ്ടായിട്ടില്ല. വലൈസ ഫീ ഔലിയാഇഹാ വസ്വാലിഹിഹാ, ആ ഉമ്മത്തിലെ ഔലിയാക്കളിലും ആ സച്ചരിതരായ ആളുകളിലും ഇല്ല. മയഅരിഫു ബാത്തിനൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബാത്തിനിനെ, ആന്തരികത്തെ അറിയുന്ന ഒരാളും തന്നെയില്ല. കമഅരിഫത്തി അബൂബക്കർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിഞ്ഞതുപോലെ ഒരാളും തന്നെ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫഹുവ സയ്യിദുൽ ആരിഫീൻ, അല്ലാഹനെ അറിഞ്ഞ ഉലിയാക്കളുടെ നേതാവായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാറി. വഇമാമുൽ മുഹിബ്ബീൻ, അല്ലാഹുവിൻ്റെ റസൂലിനെ ഇഷ്ടപ്പെട്ട മുഹിബ്ബീങ്ങളുടെ ഇമാമായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാറുകയായിരുന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടം പ്രവർത്തിക്കാൻ വേണ്ടി പറഞ്ഞ വിജ്ഞാനത്തിൽ നിന്ന് അല്പം കോരിക്കൊടുത്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അവസ്ഥയാണ് ഇത്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മഅരിഫത്ത് കൊണ്ട് അല്ലാഹു തആല പ്രത്യേകമാക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പ്രത്യേകമാക്കിയിട്ടുണ്ട്. ഇനി ഉമർ റളിയല്ലാഹു അൻഹുവിന് കൊടുത്ത വിജ്ഞാനം ഏതാണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് കൊടുത്ത വിജ്ഞാനം ഏതാണ്?
അലിയാർ തങ്ങൾക്ക് കൊടുത്ത വിജ്ഞാനം ഏതാണ്? ഇൻഷാ അല്ലാഹ് തുടർ ദിവസങ്ങളിൽ അലിയാർ തങ്ങളിലേക്ക് നമുക്ക് എത്തുന്നതിന് മുമ്പ് ഉമർ റളിയല്ലാഹു അൻഹുവിലൂടെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിലൂടെയും അല്പം കടന്നു ചെന്ന് അലിയാർ തങ്ങൾ എന്ന് പറയുന്ന വലിയ വാതിലിലൂടെ നമുക്ക് കടക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.